സാഹചര്യത്തെ ദൈവം ഒരുക്കിയതിനാൽ ദൈവത്തിന് സ്തോത്രം. ഒരു കോവിഡ് മുഖാന്തരം, വലിയൊരു പ്രതിസന്ധി മുഖാന്തരം ഒരു വലിയൊരു അനുഗ്രഹം ദൈവം തന്റെ ജനത്തിന് നൽകി എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അറിയപ്പെടാതെയും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ കടന്ന ഓരോരുത്തരെയും തമ്മിൽ ഇങ്ങനെ കാണാനും പ്രാർത്ഥിക്കാനും കൂട്ടായ്മ ആചരിക്കാനും ദൈവത്തിന്റെ വചനം പഠിക്കാനും ഷെയർ ചെയ്യാനും ഒക്കെ തന്ന ഒരു നല്ല മുഖാന്തരത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ആർക്കൊക്കെ ഒന്ന് ഫേസ് ടു ഫേസ് ആയിട്ട് ഇരിക്കാൻ പറ്റും, ദയവായിട്ട് പറ്റുന്നവര് ഒന്ന് വീഡിയോ ഓൺ ചെയ്തിരുന്നാൽ ഒത്തിരി സന്തോഷമാണ്. കാരണം ഓൾറെഡി ഞാനൊരു ബേസിക് ആയിട്ടൊരു ബൈബിൾ അധ്യാപകനാണ്, ക്ലാസ് എടുക്കുന്ന ഒരു സ്വഭാവമാണ് എനിക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് ഹലോ കറണ്ടില്ല ഓക്കെ. അപ്പൊ അതുകൊണ്ട് മുഖം നോക്കി ഇങ്ങനെ സംസാരിക്കുന്നതാണ് ഒരു ശീലം. ഞാനൊരു പ്രാസംഗികനല്ല, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു വലിയൊരു പ്രസംഗ ചാതുര്യമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. എനിക്ക് ഏൽപ്പിച്ചത് കാര്യം വചനം പഠിപ്പിക്കുക എന്നുള്ളൊരൊറ്റ കാര്യമാണ്. ഞാൻ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ദൈവം തന്ന കൃപയ്ക്കനുസരിച്ച് അല്പസമയം നമുക്ക് ദൈവത്തിന്റെ വചനം ഒന്നിച്ച് പഠിക്കാം. അപ്പോൾ പറ്റുന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയും നമുക്ക് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാം. അതിനുള്ളൊരു നല്ലൊരു അവസരമായിട്ട് തീരട്ടെ. എനിക്ക് പ്രിയപ്പെട്ട 1-2-3 പേര് ഇതിനകത്ത് ഉണ്ട്. രതീഷ് ബ്രദർ, പാലക്കാട് നിന്ന് സാം, ഇവരെ നന്നായിട്ട് അറിയാം. അവരൊക്കെ ഒന്നിച്ച് ദിവസങ്ങളോളം ക്ലാസ്സുകളിൽ ഞങ്ങൾ പങ്കെടുക്കാറുണ്ട്. അവർക്കായി നന്ദി, ദൈവത്തിന് സ്തോത്രം. നമ്മൾ അപരിചിതരാണെങ്കിലും നമ്മളെല്ലാം ദൈവത്തിന്റെ പൈതങ്ങളായിട്ട് ഒരപ്പന്റെ മക്കളായി ദൈവസന്നിധിയിൽ ഒരേ പ്രത്യാശയും ഒരേ വിളിയും ഒരേ തെരഞ്ഞെടുപ്പുമായിട്ട് നമ്മൾ ഇരിക്കുക. ദൈവം നമ്മളെ പ്രകാരം തെരഞ്ഞെടുത്തതിനാൽ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രിയില് എനിക്ക് വലിയ അത്ഭുതകരമായി ഒരു കാര്യം തോന്നി. 11:30 വരെ സമയമുണ്ടെന്നൊക്കെ കേട്ടപ്പോൾ അത്ഭുതകരമായിട്ട് തോന്നി. ഞങ്ങൾ ഈ സമയം കൊണ്ട് 3 ക്ലാസ് ഒക്കെ തീർത്ത് കളയും. അപ്പോൾ അത്രയും സമയം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അല്പസമയം, കുറച്ച് സമയം മാത്രം നിങ്ങളുമായിട്ട് ദൈവത്തിന്റെ വചനം പങ്കുവെക്കാമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. പ്രാർത്ഥനയ്ക്കും വചനധ്യാനത്തിനുമായിട്ട് കൂടി വരുന്ന ദൈവജനം, വചനം പറയുന്നു, അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനുള്ള ദാഹമല്ല, ദൈവത്തിന്റെ വചനത്തിനുള്ള വിശപ്പും ദാഹവും തന്നെ ആ നാളുകളിൽ ഞാൻ അയക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ആ വാഗ്ദത്തം, ആ വചനം നമ്മിലൊക്കെ നിറവേറുകയാണ്. ആ ദാഹത്തോടുകൂടെ ഇന്ന് രാത്രിയിൽ ഈ സൂമിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒന്ന് ഒരു സ്തോത്രം പറയാൻ പറ്റുമോ? മൈക്ക് ഓൺ ചെയ്തിട്ട്. യെസ്, കം ഓൺ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നേരുള്ളവർക്ക് ഉചിതമാണ് നാം ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുക, ദൈവത്തിന് മഹത്വം കൊടുക്കുക. ദൈവം തന്റെ നാമം നമ്മില് മഹത്വപ്പെടട്ടെ. എന്റെ സ്ഥലം പാലക്കാടാണ്. പാലക്കാട് ജില്ലയിൽ നെന്മാറയിലാണ് എൻ്റെ താമസം. അവിടെയാണ് ശുശ്രൂഷ, ചർച്ചുകൾ, ചില സഭകളൊക്കെ ദൈവം തന്നിരിക്കുന്ന കൃപയ്ക്കൊത്തവണ്ണം പല സ്ഥലങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പൊള്ളാച്ചിയിലും തമിഴ്നാട്ടിലും തെലുങ്കാനയിലും ചില കൂട്ടായ്മകളൊക്കെ ദൈവം ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. അവരുമായിട്ടൊക്കെ ചേർന്ന് ദൈവസന്നിധിയിൽ ഒന്നിച്ച് മുന്നോട്ട് പോകുന്നു. കർത്താവിന്റെ കൃപയ്ക്കായി സ്തോത്രം. എനിക്ക് കുടുംബം, എൻ്റെ ഭാര്യ പേര് അനി, മോളുടെ പേര് ഡിവിന. ഒരു മോളാണുള്ളത്, അവൾ ഒപ്റ്റോമെട്രിക്ക് പഠിക്കുന്നു. ദൈവം നല്ലൊരു കുടുംബവും നല്ലൊരു സഭാജനങ്ങളും നല്ലൊരു സാഹചര്യവും ദൈവം എനിക്ക് നൽകി തന്നിട്ടുണ്ട്. എല്ലാത്തിനും ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ചെറുപ്പം മുതലേ ദൈവത്തെ അറിയാൻ കർത്താവ് എനിക്ക് അവസരം നൽകി. അത് വേറൊന്നുകൊണ്ടല്ല, രൂത്ത് പറഞ്ഞതുപോലെ, രൂത്തിനെ കുറിച്ച് രൂത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ, ഭാഗ്യവശാൽ രൂത്ത് ബോവസിന്റെ വയലിലായി, ഭാഗ്യവശാൽ ഞാനും ദൈവത്തിന്റെ വയലിലായി എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത കൃപയ്ക്കും കരുണയ്ക്കും ദയയ്ക്കുമായി ദൈവത്തിന് മഹത്വം. ഇന്ന്
നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് തെസ്സലോനിക്ക സഭയെക്കുറിച്ച്, തെസ്സലോനിക്ക സഭയിലുള്ള ആളുകളെ കുറിച്ച് ഒരു ചെറിയൊരു ചിന്ത പങ്കുവെക്കാന് ഞാൻ ആഗ്രഹിക്കുന്നു. തെസ്സലോനിക്ക സഭയിലുള്ള ആളുകൾ, തെസ്സലോനിക്ക സഭയെക്കുറിച്ച്. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം നമുക്ക് വായിക്കാം. ഈ മിനിസ്ട്രിയുടെ, രഹോബോത്ത് മിനിസ്ട്രീസിന്റെ ഡയറക്ടേഴ്സ്, അതിന്റെ നടത്തിപ്പുകാര്, പ്രത്യേകിച്ച് എന്നെ ഫോണിലൊക്കെ കോണ്ടാക്ട് ചെയ്ത സിസ്റ്റർ, നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. ആർക്കെങ്കിലും ഒന്ന് വായിക്കാൻ പറ്റുമോ? അങ്ങനെ നിങ്ങൾ മക്കോദോന്യയിലും അഖായയിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി തീർന്നു. താങ്ക് യു. ഓക്കെ, അങ്ങനെ നിങ്ങൾ മക്കദോനിയയിലും അഖായയിലും വിശ്വസിക്കുന്ന എല്ലാവർക്കും മാതൃകയായി തീർന്നു. അപ്പോൾ എല്ലാവർക്കും മാതൃകയായി തീർന്ന ഒരു സഭയാണ് തെസ്സലോനിക്ക സഭ, അല്ലെ? എല്ലാവർക്കും മാതൃകയായി തീർന്നു. അങ്ങനെ നിങ്ങൾ എവിടേക്കുള്ളവർക്കാണ്? മക്കദോനിയയിലും അഖായയിലും എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ ഭൂഖണ്ഡം, അതിൽ മക്കദോനിയ പ്രവിശ്യ എന്ന് പറഞ്ഞ ആ സ്ഥലങ്ങൾ, ഗ്രീസിന്റെ സംസ്കാരം മൂടിപ്പൊന്നി കിടക്കുന്ന ആ പ്രദേശങ്ങൾ മുഴുവനും, അവിടെ എല്ലാവിടെയും കൊരിന്ത്, ഗ്രീക്ക്, അഥേന, ഫിലിപ്പിയ എന്നിത്യാദി എല്ലാ സ്ഥലങ്ങളും ഒന്നു ചേർത്താണ് ഈ പറഞ്ഞിരിക്കുന്നത്. മക്കദോനിയയിലും അഖായയിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും, വിശ്വസിക്കുന്ന എല്ലാവർക്കും മാതൃകയായി തീർന്നു. തെസ്സലോനിക്ക സഭയുടെ ഒരു പ്രത്യേകത എന്താണ്? അവർ മാതൃകയുള്ളവരായി മാറി. ആർക്ക്? തങ്ങളുടെ പരിസരത്തുള്ള എല്ലാ സഭകൾക്കും, തങ്ങളുടെ രാജ്യത്തിൽ, തങ്ങളുടെ ആ നാട് മുഴുവനും അവർ ഒരു മാതൃകയുള്ളവരായി മാറി. ഏതിലേക്കാ മാതൃകയുള്ളവർ? അവർ ദൈവവചനം കൈക്കൊണ്ടതില്, കഷ്ടതയിലും പ്രതിസന്ധിയിലും തളരാതെ ഉറച്ചു നിന്ന് ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിയതില്, അവരുടെ വിശ്വാസത്തിന്റെ വേലയിൽ, 2-ാം വാക്യം, വിശ്വാസത്തിന്റെ വേലയിൽ, സ്നേഹത്തിന്റെ പ്രയത്നത്തിൽ, 3-ാം വാക്യം, പ്രത്യാശയുടെ സ്ഥിരതയിൽ, ഈ 3 കാര്യത്തിലും അവർ വളരെ മികച്ചവരായി മാറി. ഏതൊക്കെയാണ്? 2-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേല, നിങ്ങളുടെ സ്നേഹപ്രയത്നം. വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തിയുണ്ട്. വിശ്വാസം വെറുതെ അല്ല, വിശ്വാസത്തിനൊരു ശക്തമായ പ്രവൃത്തി ഇവിടെ കാണുന്നു. വിശ്വാസത്തിന്റെ പ്രവൃത്തിയിലും അതിന് അനുബന്ധിച്ചുണ്ടാകുന്ന സ്നേഹപ്രയത്നം, മറ്റുള്ളവർക്ക് ഔദാര്യമായിട്ട് ചെയ്യുന്ന അവരുടെ സന്മനസ്, സ്നേഹപ്രയത്നം. എന്നിട്ടോ അതിനേക്കാൾ അപ്പുറമായിട്ട് അവർക്കുണ്ടായിരിക്കുന്ന വേറൊരു ഗുണമാണ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരത. ആടി ഒലഞ്ഞു പോകുന്ന ഇന്നത്തെ പ്രത്യാശ മാറി നാളെ വേറൊരു പ്രത്യാശ, അങ്ങനെ രീതിയിലൊന്നുമല്ല, ഉറപ്പുള്ള ഒരു പ്രത്യാശ, പ്രത്യാശയുടെ സ്ഥിരതയും. കാരണം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അപ്പോസ്തലനായ പൗലോസ്, അവരുടെ സഭാ പിതാവ്. ഈ 3 കാര്യങ്ങൾ വെച്ച് പറയുകയാണ്, നിങ്ങൾ എല്ലാവർക്കും മാതൃകയായി തീർന്നു. ഇനി തെസ്സലോനിക്കക്കാരുടെ പഴയ ചരിത്രം എന്താണ്? തെസ്സലോനിക്ക സഭയുടെ പഴയ ചരിത്രം. തെസ്സലോനിക്ക സഭയെ സ്ഥാപിച്ചത് പൗലോസാണ്. AD 51 2-ാമത്തെ മിഷണറി യാത്ര നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, 2-ാമത്തെ മിഷണറി യാത്ര, പൗലോസ് 3 മിഷണറി യാത്ര നടത്തിയിട്ട് നമുക്ക് പുതിയ നിയമത്തിൽ നിന്ന് വായിക്കുമ്പോൾ കാണാൻ പറ്റും. എന്റെ അഭിപ്രായത്തിൽ 4 മിഷണറി യാത്ര അപ്പോസ്തല പ്രവൃത്തിയിലും, 5-ാമത്തെ മിഷണറി യാത്ര തീത്തോസ്, തിമത്തിയോസ് ലേഖനങ്ങളിലും കാണാൻ പറ്റും. 5 മിഷണറി യാത്ര പൗലോസ് നടത്തിയായിട്ട് നമുക്ക് പുതിയ നിയമത്തിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ 2-ാമത്തെ മിഷണറി യാത്രയില് പൗലോസ് സ്ഥാപിച്ച സഭയാണ് തെസ്സലോനിക്ക സഭ. തെസ്സലോനിക്ക സഭയുടെ സ്ഥാപനത്തെ കുറിച്ച് നമ്മൾ നേരെ അങ്ങോട്ട് പോയി നോക്കിയാൽ നമുക്കത് എവിടെ കാണാൻ പറ്റുന്നത്? അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം. നമുക്ക് വളരെ വേഗത്തിൽ അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിലേക്ക് വരാം. 17-ാം അധ്യായം 1-ാം വാക്യം നമുക്കൊന്ന് നോക്കാം. വായിക്കാമോ? 17-1 1-ഉം 2-ഉം നമുക്ക് വായിക്കാം.
അവർ അംഫിപോലിസിലും അപ്പോലോനിയയിലും കൂടി കടന്ന് തെസ്സലോനിക്കയിലെത്തി. അവിടെ യഹൂദന്മാരുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്ന് 3 ശബത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. പൗലോസ് തെസ്സലോനിക്കയിലേക്ക് എത്തി. നടന്നു വന്ന വഴികളൊക്കെ പറയാണ്. അംഫിപ്പൊലോസിലും അപ്പൊല്ലോസിയിലൂടെ കടന്ന് അവർ തെസ്സലോനിക്കയിൽ എത്തി. പൗലോസ് ഫിലിപ്പിയിൽ നിന്ന് ഓടിപ്പോവുകയാണ്. ഫിലിപ്പിയിൽ വലിയൊരു ശുശ്രൂഷ കഴിഞ്ഞു. കാരാഗൃഹ പ്രമാണിയൊക്കെ സ്നാനപ്പെട്ടു. കുടുംബമായിട്ട് അവർ സ്നാനപ്പെട്ടു. അവർ ലുധിയുടെ വീട്ടിൽ ചെന്ന് ലുധിയൊക്കെ കണ്ട് ആശ്വസിപ്പിച്ച ശേഷം അവിടെ നിന്ന് അവർ ഓടുകയാണ്. അവരങ്ങനെ നേരെ തെസ്സലോനിക്കയിലെത്തി. അതാണ് 17-ാം അധ്യായം. 16-ൽ അവർ ഫിലിപ്പിലാണ്. തെസ്സലോനിക്കയിലെത്തി. തെസ്സലോനിക്കയിലെത്തി അവർ അവിടെ പതിവ് പോലെ ശബത്തുകളിൽ യഹൂദന്മാരുടെ സിനഗോഗിലേക്ക് എത്തി. അവിടെ പള്ളി എന്ന് പറയുന്നത് എന്താണ്? അവിടെ പള്ളി എന്ന് പറയുന്നത് യഹൂദന്മാർ ഏത് നാട്ടിൽ ചെന്നാലും ഏത് രാജ്യത്ത് അവർ ചെന്നാലും 10 കുടുംബങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ, ഏത് പക്ക 10 കുടുംബം, നല്ല 10 കുടുംബം, ഭാര്യയും ഭർത്താവും മക്കളും ഒരുപോലെ യഹൂദ ആചാരപ്രകാരം വേറെ പുരുഷനെ കല്യാണം കഴിക്കുകയോ അല്ലെങ്കിൽ അന്യജാതിക്കാരോ ഒന്നുമല്ല, സങ്കര വർഗമൊന്നുമല്ല. അവർ കൃത്യമായിട്ടുള്ള യഹൂദ പാരമ്പര്യത്തിൽപ്പെട്ട 10 കുടുംബം, ന്യായപ്രമാണം അനുസരിക്കുന്ന 10 കുടുംബം ഉണ്ടെങ്കിൽ അവരവിടെ ഒരു പള്ളി പണിയും. അതിനെ പറയുന്ന പേര് സിനഗോഗ് എന്നാണ്. ആദ്യകാലത്ത് അങ്ങനെ എസ്തറയുടെ കാലം മുതൽ സിനഗോഗുകൾ ഉണ്ടായിരുന്നു. സിനഗോഗുകൾ പണിയാൻ തുടങ്ങി. അങ്ങനെ യൂറോപ്പിന്റെ പല ഭാഗത്തും ഏഷ്യയുടെ പല ഭാഗത്തും ഒക്കെ സിനഗോഗുകളുണ്ട്. ഈ സിനഗോഗ് തെസ്സലോനിക്കയിലുണ്ട്. തെസ്സലോനിക്കയിലെ സിനഗോഗിൽ അവരവിടെ എത്തി. എന്തിനാ ദൈവം ഓരോ നാട്ടിലും ഈ സിനഗോഗ് പണിതു വെച്ചെന്നറിയാമോ? യേശുക്രിസ്തു വരുന്നതിന് മുമ്പ് 400 വർഷം ഒരു നിശബ്ദ പീരീഡ് ഉണ്ടായിരുന്നു. ആ നിശബ്ദ പീരീഡിന്റെ കാലത്താണ് ഈ സിനഗോഗുകളൊക്കെ പണിതത്. ഈ സിനഗോഗുകൾ പണിതു വെച്ചത് ദൈവം ഒരു വലിയ ഒരു പദ്ധതി നേരത്തെ ഒരുക്കി വെച്ചതാ. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്ന് കാലസമ്പൂർത്തികൾ യേശുക്രിസ്തു ലോകത്തിലേക്ക് വരും. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്ന് യേശുക്രിസ്തു തന്റെ രക്തത്തെ സഭയ്ക്ക് ബലിയായി കൊടുക്കും. ഈ സുവിശേഷം രാജ്യത്തിൽ മുഴുവൻ, ലോകം മുഴുവനും കൊണ്ടു നടക്കുവാൻ ശിഷ്യന്മാര് പുറപ്പെടുമ്പോൾ അവർ ഓരോ നാട്ടിലെത്തുമ്പോഴും അവർക്ക് പ്രസംഗിക്കുവാൻ ഒരു സ്റ്റേജ് വേണം. അവർക്ക് പ്രസംഗിക്കാൻ ഒരു ഇടം വേണം. സുവിശേഷം പറയുവാനും സുവിശേഷം അംഗീകരിക്കുവാനും പറ്റുന്ന ഓരോ സാഹചര്യങ്ങൾ വേണം. അതിനുവേണ്ടി ദൈവം എല്ലാ നാട്ടിലും എവിടെയൊക്കെ പൗലോസ് പോയിട്ടുണ്ടോ നമുക്ക് ബൈബിളിൽ വായിക്കാൻ പറ്റും. അവർ സിനഗോഗിലേക്ക്, അവർ പള്ളിയിലെത്തി എന്നാണ് ബൈബിളിൽ വായിക്കുക. പള്ളി എന്ന് പറഞ്ഞാൽ അവിടെ സിനഗോഗാണത്. ആ സിനഗോഗിൽ അവരെത്തി. എന്തിനു വേണ്ടിയിട്ടാ? പൗലോസ് എന്നൊരു മനുഷ്യൻ സുവിശേഷവുമായിട്ട് ഓടാൻ തുടങ്ങുകയാണ്. പൗലോസ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ, കുറച്ച് നൂറ്റാണ്ടുകൾ കഴിഞ്ഞാൽ ഇതേ സുവിശേഷവും എടുത്തുകൊണ്ട് പൗലോസ് ഓടും. എന്താണ്ട് ഇവിടെ നമുക്ക് വായിക്കാൻ പറ്റും. ഫിലിപ്പിയിൽ നിന്ന് പൗലോസ് ഓടി നേരെ തെസ്സലോനിക്കയിലെത്തി. തെസ്സലോനിക്കയിൽ വന്നാൽ സുവിശേഷം പ്രസംഗിക്കാൻ ഒരു സ്റ്റേജ് അദ്ദേഹത്തിന് വേണം. ആ സ്റ്റേജാണ് ദൈവം ഒരുക്കിയത്, സിനഗോഗ്. ഇന്ന് കോവിഡ് കാലത്ത് ഇപ്രകാരം ഒരു പ്ലാറ്റ്ഫോം, ഒരു ടെക്നോളജി വളർന്ന് വ്യാപിച്ചതുകൊണ്ട്, അതിന് മുമ്പേ കൊണ്ട് കണ്ടുപിടിച്ച ഒരു ടെക്നോളജിയാണ്, വളർന്ന് വ്യാപിച്ചതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഇന്ന് രാത്രിയിൽ ഇങ്ങനെ ഒന്നിച്ചുകൂടി ചിന്തിക്കാൻ പോലും പറ്റുന്ന ഒരു കാര്യമാണോ? ഒരു 10 വർഷം മുമ്പുള്ള കാര്യം അല്ല. നമുക്ക് ഇങ്ങനെ ഒന്നിച്ചുകൂടി ദൈവത്തിന്റെ വചനം ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവിക കൃപകളെ ഏറ്റെടുക്കാനും ദൈവം നമുക്ക് സഹായിക്കുന്നു. കാലങ്ങൾക്ക് മുമ്പേ ദൈവം തീരുമാനിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണത്. അതേപോലെ അന്നത്തെ കാലത്ത് ദൈവം ഇവർക്ക് വേണ്ടി ഒരുക്കിയ, ശിഷ്യന്മാര് സുവിശേഷം കൊണ്ട് ചെല്ലുമ്പോൾ അവർക്ക് പ്രസംഗിക്കാൻ ഒരുക്കിയ ഒരു വഴിയാണ്, ഒരു സ്റ്റേജ് ആയിരുന്നു സിനഗോഗ്. ആ സിനഗോഗിലേക്ക് പൗലോസ് അവിടെ എത്തി. പൗലോസ് അവിടെ എത്തി. അവിടെ എത്ര ദിവസം, എത്ര ആഴ്ച അവരവിടെ താമസിച്ച് അവിടെ പ്രസംഗിച്ചിട്ടുണ്ട് അറിയാമോ? നമ്മളിപ്പോ വായിച്ച വാക്യത്തിൽ അത് ക്ലിയർ ആയിട്ടുണ്ട്. എത്രയാണ് അവിടെ വായിക്കുന്നു? 2-ാം വാക്യത്തിൽ പൗലോസ് പതിവ് പോലെ അവരെ അടുക്കൽ ചെന്ന് 3, നോക്കിയോ, കണ്ടോ, 3 ശബത്ത്. 3 ശബത്ത് പറഞ്ഞാൽ എത്ര ആഴ്ചയാണ്? 3 ആഴ്ച. ഒരു ശബത്ത് ഒരാഴ്ച, ഒരു ഞായറാഴ്ച. നമ്മുടെ ഞായറാഴ്ച, അവർക്ക് ശനിയാഴ്ച. അപ്പോൾ 3 ശബത്ത്, 3 ആഴ്ചയാണ് അദ്ദേഹം ആ സിനഗോഗിൽ പ്രസംഗിച്ചത്. തൽഫലമായിട്ട് അവിടെ ഒരു സഭ ഉടലെടുത്തു. ജനങ്ങൾ രക്ഷയിലേക്ക് വന്നു. 4-ാം വാക്യത്തിൽ വായിക്കുന്നു, അവരിൽ ചിലരും ഭക്തിയുള്ള യവനന്മാരിൽ
ഒരു വലിയ കൂട്ടവും മാന്യ സ്ത്രീകളിൽ അനേകരും വിശ്വസിച്ചു, പൗലോസിനോടും ശീലാസിനോടും ചേർന്നു. ഒരു കൂട്ടം ജനം എത്ര ആഴ്ച കൊണ്ടാ? 3 ആഴ്ച കൊണ്ട്. എത്ര ശക്തിയേറിയ പ്രവർത്തനം അല്ലെ! ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയേറിയ പ്രവർത്തനം. അത് തെസ്സലോനിക്കയിൽ ഇതിൽ വായിക്കുന്നുണ്ട്. ഞങ്ങൾ നിങ്ങളുടെ അടുക്കലേക്ക് വന്നത് എങ്ങനെയാണ്? പരിശുദ്ധാത്മ ശക്തിയോടുകൂടെയാണ്. പരിശുദ്ധാത്മാവിന്റെ നിറവിലാണ് ഞങ്ങൾ നിങ്ങളുടെ അടുക്കിലേക്ക് വന്നത്. നിങ്ങൾ അത് കൈക്കൊണ്ടു. 1 തെസ്സലോനിക്കർ 1-ാം അധ്യായം 5-ാം വാക്യം. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടി ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. ഈ 3 ആഴ്ച എങ്ങനെയാണ് അവിടെ വചനം വ്യാപിച്ചത്? ഈ 3 ആഴ്ച കൊണ്ട് എങ്ങനെയാണ് ആ നാട് സുവിശേഷീകരിക്കപ്പെട്ടത്? ഈ 3 ആഴ്ച കൊണ്ട് എങ്ങനെയാണ് അവിടെ ഒരു വലിയൊരു കൂട്ടം മാന്യ സ്ത്രീകൾ എന്ന് എടുത്തു പറയത്തക്ക രീതിയിൽ വലിയൊരു കൂട്ടം എങ്ങനെയാണ് അവിടെ രൂപാന്തരപ്പെട്ടത്? ബഹു ശക്തിയോടുകൂടെ, ബഹുനിശ്ചയത്തോടും പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും കൂടെ സുവിശേഷം അവിടെ എത്തിച്ചേർന്നുകൊണ്ടാണ്. നമ്മളും ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്നാലേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മ നിറവിൽ നിൽക്കുക മാത്രമല്ല, ബഹു നിശ്ചയത്തോടുകൂടെ ദൈവത്തിന്റെ വചനവും കൂടെ ചെന്നാലേ ദൈവ രാജ്യം വ്യാപ്തിയിലേക്ക് വരികയുള്ളൂ. ദൈവശക്തി വെളിപ്പെടണമെങ്കിൽ, ദൈവനാമം മഹത്വപ്പെടണമെങ്കിൽ ഈ 2 കാര്യം കൂടെ ഒന്നിച്ചു പോകണം. എന്തൊക്കെയാ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും പിന്നെ വചനം ബഹു നിശ്ചയത്തോടുകൂടി. വളരെ ശ്രദ്ധിക്കണം. 2 കാര്യം, പ്രധാനമായിട്ടും 2 കാര്യം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം. ബഹുനിശ്ചയത്തോടുകൂടിയുള്ള ദൈവത്തിന്റെ വചനം. രണ്ടാമത്തത് പരിശുദ്ധാത്മാവിന്റെ ശക്തി. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കയിൽ എത്തിയപ്പോൾ ഈ 2 കാര്യങ്ങളും അവരുടെ കൂടെ അക്കംപ്ലീഷ് ചെയ്തുകൊണ്ടേയിരുന്നു, അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ബഹുനിശ്ചയമായ ദൈവത്തിന്റെ വചനം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിന്റെ വചനം എത്രമാത്രം നിശ്ചയമുണ്ട്. ഒരാൾ ഒന്ന് പറയുമ്പോൾ നമ്മൾ ആടി കൊലയുന്ന ശിശുക്കളെ പോലെയാണോ? ഒരാൾ വേറൊന്ന് പറയുമ്പോൾ ഉടനെ അങ്ങോട്ട് തിരിയുന്ന ആൾക്കാരാണോ? അവിടെ കൃപ ഇവിടെ കൃപ അത് ഇതെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ കൂടെ കൺഫ്യൂഷൻ ആകുന്ന ആൾക്കാരാണോ? അതോ നമുക്ക് ബഹുനിശ്ചയമുള്ളവരാണോ? പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മിൽ വ്യാപരിക്കണം. ഒപ്പം തന്നെ ബഹുനിശ്ചയത്തോടുകൂടെ പരിശുദ്ധാത്മ ശക്തി എന്ന് കേട്ട് എന്തെങ്കിലും കാണുകയും എന്തെങ്കിലും കേൾക്കുകയും ചെയ്യുമ്പോൾ ഇളകിപ്പോകുന്ന ഒരു മനസ്സായിരിക്കരുത് നമ്മുടെ. ദൈവത്തിന്റെ വചനത്തിൽ ആഴമേറിയ അറിവ് നമുക്കുണ്ടായിരിക്കണം ബഹുനിശ്ചയത്തോടുകൂടെ. ഓക്കെ, നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് നോക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിക്കുന്നു, അവർ തെസ്സലോനിക്കയിൽ എത്തി. അവിടെ ഒരു കൂട്ടം ജനം രക്ഷയിലേക്ക് വന്നു. അവിടെ പിന്നീട് വലിയൊരു കലഹമുണ്ടായി. വലിയ കലഹമുണ്ടായപ്പോൾ അവിടെ നിന്നും ഓടേണ്ട അവസ്ഥ വന്നു. 3 ആഴ്ച മാത്രമേ തെസ്സലോനിക്കയിൽ പൗലോസിന് നിൽക്കാൻ പറ്റുള്ളൂ. തെസ്സലോനിക്കയിൽ നിന്ന് പൗലോസ് ഓടുകയാണ്. അവിടുന്ന് ഓടി നേരെ ചെന്നത് 10-ാം വാക്യം. 10-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ആരാണ് വായിക്കുന്നത്? 10-ാമത്തെ വാക്യം. ഏത്? അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം 10-ാം വാക്യം. സഹോദരന്മാർ രാത്രിയിൽ തന്നെ പൗലോസിനെയും ശീലാസിനെയും ബെരോവയ്ക്ക് പറഞ്ഞയച്ചു. അവിടെ എത്തിയാറെ അവർ യഹൂദന്മാരുടെ പള്ളിയിൽ പോയി. അവർ തെസ്സലോനിക്കയിൽ ഉള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. അടുത്ത വാക്യം. അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന് ദിനംപ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോന്നു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ പൗലോസ് ഒരു റിപ്പോർട്ട്, പൗലോസിന്റെ എഴുത്തുകാരനായ പൗലോസിന്റെ ചരിത്രം ഈ അപ്പോസ്തല പ്രവൃത്തിയൊക്കെ എഴുതിയ എഴുത്തുകാരൻ ആരാണെന്ന് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്കറിയാം. നിങ്ങൾ ആരൊക്കെ ഇപ്പോൾ പറഞ്ഞു. അതാരാണ്? ലൂക്കോസ് എഴുതുക. ലൂക്കോസ് റിപ്പോർട്ട് ചെയ്യുക. ലൂക്കോസ് എന്താ റിപ്പോർട്ട് ചെയ്യുന്നത്? ഇവർ പൗലോസും കൂട്ടരും അവർ നേരെ ചെന്നത് ബെരോവയിലേക്കാണ്. ബെരോവിലെ ആളുകളുടെ പ്രത്യേകത എന്താ? ബെരോവിലെ ആളുകൾ എങ്ങനെയുള്ളവരായിരുന്നു? 11-ാം വാക്യം. ഉത്തമന്മാരായിരുന്നു. ആരെക്കാട്ടിലും? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതിൽ ഏറ്റവും നല്ലവരാരാ? തെസ്സലോനിക്കക്കാരാണോ ബെരോവക്കാരാണോ? ബെരോവക്കാര്. സംശയമില്ല. ഇവിടെ റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. എന്താ? അവർ തെസ്സലോനിക്ക ഉള്ളവരെക്കാട്ടിലും ഉത്തമന്മാരാണ്. തെസ്സലോനിക്കർക്ക് അവിടെ ഒരു മോശം പേരല്ലേ വന്നത്? ആണോ? തെസ്സലോനിക്കരുടെ അവരുടെ ക്വാളിറ്റി കുറച്ച് കാണിച്ചു. അവരത്ര നല്ല ആൾക്കാരൊന്നും അല്ല, അവരെക്കാട്ടിലും മിടുക്കരാണ്, നല്ലവരാണ്. ആര്? ബെരോവക്കാര് മിടുക്കര. എന്താ കാരണം? ബെരോവക്കാര് ദൈവത്തിന്റെ വചനം ജാഗ്രതയോടെ കൈക്കൊണ്ടു, പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടു. പിന്നെയോ
ദിനം പ്രതി പരിശോധിച്ചും പോകുന്നു. ശരി, ഈ റിപ്പോർട്ട് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുക. എന്ത്? തെസ്സലോനിക്കക്കാർ അത്ര മിടുക്കരൊന്നും അല്ല, അവരെക്കാട്ടിലും മെച്ചപ്പെട്ട ആൾക്കാരാണ് ബെരോവയിലുള്ളവര്. നമ്മളെ കുറിച്ച് ഒരു വേറൊരാള് ഇങ്ങനെ ഒരു റിപ്പോർട്ട് പറഞ്ഞാൽ നമുക്ക് സന്തോഷം ഉണ്ടാവുമോ? ഏയ്, നിങ്ങൾ അത്ര വലിയ മെച്ചമൊന്നുമില്ല, നിങ്ങളെക്കാട്ടിലും മെച്ചപ്പെട്ട ആൾക്കാര് വേറെ ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ നമുക്കൊരു വല്ലായ്മ തോന്നും, ഇല്ലേ? നമ്മളെ കുറച്ച് കാണിച്ചല്ലോ, എന്നാലും അത് വേണ്ടായിരുന്നു. അങ്ങനെ തെസ്സലോനിക്കക്കാരെ കുറച്ചേ കാണിച്ചത്, അല്ലേ? ലൂക്കോസ് അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്. ലൂക്കോസിലൂടെ പരിശുദ്ധാത്മാവ് അങ്ങനെ രേഖപ്പെടുത്തി, കുറച്ച് കാണിച്ചു. പക്ഷേ നേരത്തെ വായിച്ച വാക്യം എന്താണ്? നേരെ നമ്മൾ തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് പോകുമ്പോൾ ഈ തെസ്സലോനിക്കർക്ക് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ആര്? പരിശുദ്ധാത്മാവ് പൗലോസ് മുഖാന്തരം തെസ്സലോനിക്കർക്ക് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അവരോട് എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ആരാ? നിങ്ങൾ മക്കദോനിയയിലും അഖായയിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയുള്ളവരായി. മോശക്കാരേതാണോ? അല്ല, മാതൃകയായിട്ട്. അയ്യോ, പെട്ടെന്നല്ല ചേഞ്ച് ആയത്. ഇനി പറയാം. പൗലോസ് ഇപ്പോൾ ഈ കത്ത് എഴുതുമ്പോൾ അദ്ദേഹം കൊരിന്തിൽ ഇരിക്കുകയാണ്, കൊരിന്ത് നാട്ടിൽ ഇരിക്കുകയാണ്. ബെരോവയിൽ നിന്നും അദ്ദേഹം ഓടി അഥേനയിലേക്ക് വന്നു. അഥേനയിൽ നിന്ന് അദ്ദേഹം ഓടി അവിടുന്ന് കൊരിന്തിലേക്ക് വന്നു. കൊരിന്തിൽ സെറ്റിലായി. കൊരിന്തിൽ 1.5 വർഷം താമസിക്കുക. അപ്പൊ കൊരിന്തിൽ ഇദ്ദേഹം എത്തിയിട്ട് 6 മാസം കഴിഞ്ഞു. എവിടുന്ന്? തെസ്സലോനിക്കയിൽ നിന്ന് പുറപ്പെട്ട് അങ്ങനെ വന്ന് അഥേനയിൽ നിന്ന് കൊരിന്തിൽ വന്നിട്ട് 6 മാസം കഴിഞ്ഞു. അപ്പോഴാണ് അദ്ദേഹത്തിന് കൂടെയുള്ള കമ്പാനിയൻസ്, അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ലൂക്കോസ്, അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ശീലാസ്, കൂടെ ഉണ്ടായിരുന്ന തിമത്യോസ്, ഇവരൊക്കെ 6 മാസം കഴിഞ്ഞപ്പോഴാണ് കൊരിന്തിലേക്ക് വരുന്നത്. ശ്രദ്ധിക്കണം, 6 മാസം കഴിഞ്ഞ് കൊരിന്തിലേക്ക് വന്നപ്പോൾ കൊരിന്തിലേക്ക് വന്ന ഈ തിമത്യോസും മറ്റുള്ളവരും ഒരു റിപ്പോർട്ട് പറയുകയാണ്, ഞങ്ങളുടെ അപ്പച്ച പൗലോസേ, ഞങ്ങളിപ്പോ വരുന്നത് തെസ്സലോനിക്കയിൽ നിന്നാ. തെസ്സലോനിക്കാർ ഇപ്പൊ ആരാന്നറിയോ? അവരുടെ വിശ്വാസം അപാരമാണ്, അവരുടെ പ്രത്യാശ, നമ്മൾ വായിച്ചില്ലേ ഇവിടെ, അവരുടെ വിശ്വാസം അപാരമാണ്, അവരുടെ വിശ്വാസത്തിന്റെ വേല അത് വല്ലാത്ത വിശ്വാസത്തിന്റെ വേലയാണ്. അവരുടെ സ്നേഹപ്രയത്നം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യമാണ്. മാത്രമാണോ, അവിടെ ഭയങ്കര പീഡനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ പെൺകുട്ടികളെ വലിച്ചഴച്ചു കൊണ്ടുപോകുന്നു പട്ടാളക്കാര്. അവിടെ ഭവനങ്ങൾ ഭേദിക്കപ്പെടുന്നു. അവിടെ രാജകീയ നിയമം കാരണം പലവായ സഭയ്ക്ക് ഉപദ്രവം നേരിട്ടുകൊണ്ടിരിക്കുക. പക്ഷേ അവരുടെ പ്രത്യാശ, ക്രിസ്തുവിലുള്ള പ്രത്യാശ സ്ഥിരതയുള്ളതാണ്. ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും ഈ തെസ്സലോനിക്കയുള്ളവരുടെ വിശ്വാസമോ പ്രത്യാശയ്ക്കോ ഒരു കോട്ടവും തട്ടിയിട്ടില്ല. അവരിപ്പോൾ മേൽക്കുമേൽ 6 മാസത്തെ റിപ്പോർട്ട് മേൽക്കുമേൽ വർദ്ധിച്ചു വന്നിരിക്കുന്നു. നിങ്ങൾ ബെരോവക്കാരെ കുറിച്ച് വേറെ എവിടെയെങ്കിലും ഒരു റെക്കോർഡ് കാണിച്ചു തരാമോ വേദപുസ്തകത്തിൽ? അപ്പോസ്തലൻ ഒരു വാക്യം വായിച്ചു, ഏതാ? ബെരോവക്കാർ ഉത്തമന്മാരാണ്. പിന്നെ ഒരൊറ്റ വാക്ക്, ഒരക്ഷരം പരിശുദ്ധാത്മാവ് മിണ്ടിയിട്ടില്ല ബെരോവക്കാരെ കുറിച്ച്. പക്ഷേ തെസ്സലോനിക്കരെ കുറിച്ച് പിന്നെ പറയുകയാണ്, 6 മാസം കഴിഞ്ഞപ്പോൾ അവസ്ഥ മാറി. 6 മാസം കഴിഞ്ഞപ്പോൾ സാഹചര്യങ്ങൾ മാറി. നോക്കട്ടെ, ആദ്യ കാലത്ത് എന്തു പറഞ്ഞു എന്നുള്ളത് വിഷയമല്ല. ആദ്യം എന്താ പറഞ്ഞത്? ഇവർ ഉത്തമന്മാരല്ല. ആദ്യം പറഞ്ഞത് ഇവർ വലിയ ഗുണമുള്ളവരൊന്നും അല്ല, ഇവരെക്കാട്ടിലും മിടുക്കരാണ് മറ്റുള്ളവർ, ഇവരെക്കാട്ടിലും മിടുക്കരാണ് ബെരോവക്കാര്. പക്ഷെ 6 മാസം കഴിഞ്ഞപ്പോൾ ഇതാ മൊത്തം തകിടം മറിഞ്ഞു. എന്താ ഇപ്പൊ പറയുന്നത്? ഇവരാണ് ബെരോവക്കാർക്കും മാതൃക, ഇവരാണ് കൊരിന്തുകാർക്കും മാതൃക, ഇവരാണ് അഖായയ്ക്ക് മാതൃക, ഇവരാണ് മക്കദോനിക്ക് മാതൃക. എന്തുകൊണ്ട്? 3 മാസത്തെ പ്രവർത്തനം കൊണ്ടുണ്ടായ സഭ, അതിനുശേഷമുണ്ടായ കഠിനമായ പീഡനം, ഈ പീഡനത്തിന്റെ ഫലമായിട്ട് ഈ സഭയിൽ നിന്നും ശക്തരായ ആളുകൾ എഴുന്നേറ്റു, വിശ്വാസ വീരന്മാർ എഴുന്നേറ്റു, സ്നേഹത്തിന്റെ വക്താക്കൾ എഴുന്നേറ്റു, വിശ്വാസത്തിന്റെ പോരാളികൾ എഴുന്നേറ്റു, പ്രത്യാശയുടെ നങ്കൂരമിട്ട ഒരു കൂട്ടം ജനം തെസ്സലോനിക്കയിൽ എഴുന്നേറ്റു. ഹല്ലേലൂയ. 6 മാസം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട സമയമാണ്. 6 മാസം കൊണ്ട് ഒരു സഭയുടെ ചരിത്രം മാറി. 6 മാസം കൊണ്ട് ഒരു നാടിന്റെ ചരിത്രം മാറി. 6 മാസം കൊണ്ട് അവസ്ഥകൾക്ക് ഭയങ്കര വ്യത്യാസമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. നമ്മൾ മാറ്റപ്പെടുന്നവരാണോ?
നമുക്ക് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതം, നമ്മൾ പ്രാർത്ഥന തുടങ്ങി എത്ര നാളായി? നമ്മൾ വചനം കേൾക്കുന്നതുകൊണ്ട് എത്ര നാളായി? നമ്മൾ ദൈവത്തിന് ഇരിക്കുന്നതുകൊണ്ട് എത്ര നാളായി? നമുക്ക് എന്തെങ്കിലും രൂപാന്തരം സംഭവിച്ചിട്ടുണ്ടോ? നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഉള്ളിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ ജീവിത രീതിക്ക് മാറ്റം വന്നിട്ടുണ്ടോ? മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന രീതിയിൽ നമ്മിൽ നിന്ന് എന്താണ് പുറപ്പെട്ടിട്ടുള്ളത്? നമുക്ക് എന്ത് പറയാനായിട്ടുണ്ട്? ആമേൻ. നമ്മളെ കുറിച്ച് ആദ്യകാലത്ത് പറഞ്ഞതാണോ? പലരും പറയാനുണ്ട്, എന്റെ ആദ്യകാലത്തെ പ്രവർത്തനങ്ങളുടെ ഫലമായി ഞാൻ അന്ന് അങ്ങനെയായിരുന്നപ്പോൾ, ഞാൻ ഇവിടെ പോയപ്പോൾ, ഞാൻ അവിടെ പോയപ്പോൾ, ഞാൻ ഇങ്ങനെയായിരുന്നു, ഞാൻ അങ്ങനെയായിരുന്നു. ആദ്യകാലം അവിടെ ഇരിക്കട്ടെ. റൈറ്റ് നൗ, ഇപ്പോൾ എന്താണ് നമ്മുടെ അവസ്ഥ? ഇപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കുന്നു? 6 മാസത്തിന് ശേഷമുള്ള നമ്മുടെ റിപ്പോർട്ട് എന്താണ്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. 6 മാസം മുമ്പ് നിങ്ങൾ എങ്ങനെയായിരുന്നു? 6 മാസമുള്ള നിങ്ങളുടെ ആത്മീയ അവസ്ഥ എന്താണ്? ഇപ്പോൾ അവസ്ഥ എന്താണ്? ചേഞ്ച് ഉണ്ടോ? ചേഞ്ച് ഉണ്ടോ? ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾ അനുകരിക്കപ്പെടുവാൻ യോഗ്യരാണ്. നിങ്ങൾ മാതൃകാക്കാൻ യോഗ്യരാണ്. നിങ്ങളെ മറ്റുള്ളവർ മാതൃകയാക്കട്ടെ. നിങ്ങളെ മാനിക്കും. ദൈവം നിങ്ങളെ മറ്റുള്ള മുമ്പിൽ കൊണ്ടുവരും. എന്തിന്? ഇവരെ കണ്ടുപഠിക്ക്, ഇവരെ മാതൃകയാക്ക്, ഇവരെ നോക്കി പഠിക്ക്. ഇവർ അനേകർക്കും മാതൃകയാണ്. തെസ്സലോനിക്കക്കാർ മാതൃകയായി. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് മാതൃകയായാലോ? ദൈവത്തിന് മാതൃകയുള്ളവരെ ആവശ്യമുണ്ട്. നമ്മുടെ കുടുംബജീവിതം ദൈവത്തിന് മാതൃകയുള്ളവരെ ആവശ്യമുണ്ട്. കുടുംബജീവിതത്തിൽ ഒരു നല്ല പിതാവ് എന്ന രീതിയിൽ മാതൃകയുള്ളവരെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഒരു അമ്മ എന്ന രീതിയിൽ മാതൃകയുള്ളവരെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഒരു നല്ല ദൈവ പൈതൽ എന്ന രീതിയിൽ, ഒരു നല്ല ശുശ്രൂഷകൻ എന്നുള്ള രീതിയിൽ, ഒരു നല്ല പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ എന്ന രീതിയിൽ ദൈവത്തിന് മാതൃകയുള്ളവരെ ആവശ്യമുണ്ട്. നമുക്ക് എത്രമാത്രം മാതൃകയുള്ളവരായി തീരാൻ പറ്റുന്നുണ്ട്? നമ്മളെ പിൻപറ്റാൻ മറ്റുള്ളവർക്ക് സാധിക്കുന്നുണ്ടോ? നമ്മളെ നോക്കുമ്പോൾ ആളുകൾ പിന്നെയും പിന്നെയും അവർക്ക് ആത്മീയ ഉത്തേജനമാണോ വരുന്നത്? അതോ നമ്മിൽ നിന്നും ഒരു അകലച്ചയാണോ അവർക്ക് തോന്നുന്നത്? പിന്നെയും കാലങ്ങൾ കഴിഞ്ഞപ്പോൾ, ഞാൻ പറയട്ടെ തെസ്സലോനിക്കരുടെ ചരിത്രം, പിന്നെയും കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അടുത്ത 3-ാമത്തെ മിഷണറി യാത്രയും കഴിഞ്ഞു. 3-ാമത്തെ മിഷണറി യാത്രയിൽ പൗലോസിനോട് കൂടെ ചില വ്യക്തികൾ പോയി. അത് തെസ്സലോനിക്കക്കാരുണ്ടായിരുന്നു. ബെരോവക്കാരെ കണ്ടില്ല. 4-ാമത്തെ മിഷണറി യാത്ര അഥവാ റോമിലേക്കുള്ള യാത്ര, റോമിലേക്ക് പൗലോസിനെ അറസ്റ്റ് ചെയ്താണ് കൊണ്ടുപോകുന്നത്. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് ഒന്ന് നോക്കാം. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് 27-ാം അധ്യായം, അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായം 2-ാം വാക്യം ഒന്ന് വായിക്കാമോ? അപ്പോസ്തലപ്രവൃത്തി 27:2. അങ്ങനെ ഞങ്ങൾ ആസ്യക്കര പറ്റി ഓടുവാനുള്ള ഒരു അദ്രമുത്യ കപ്പലിൽ കയറി നീക്കി തെസ്സലോനിക്കയിൽ നിന്നുള്ള മക്കോദോന്യക്കാരായ അരിസ്തർഹോസും ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്നു. ഒന്നും കൂടെ വായിച്ച്. അങ്ങനെ ഞങ്ങൾ ആസ്യക്കര പറ്റി ഓടുവാനുള്ള ഒരു അദ്രമുത്യ കപ്പലിൽ കയറി നീക്കി തെസ്സലോനിക്കയിൽ നിന്നുള്ള മക്കോദോന്യക്കാരനായ അരിസ്തർഹോസും ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്നു. സ്ഥലത്തിന്റെ പേര് ഒന്നും കൂടെ ഒന്ന് നോട്ട് ചെയ്യാനാണ് ഞാൻ ഒന്നും കൂടെ വായിക്കാൻ പറഞ്ഞു. തെസ്സലോനിക്കക്കാരനായ, എങ്ങനെ? തെസ്സലോനിക്കക്കാരനായ അരിസ്തർഹോസ്. ഓ, ഉത്തമന്മാരല്ല എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് നിന്ന് ഇപ്പൊ ഒരുത്തൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നിരിക്കുക. ആരുടെ കൂടെ യാത്ര ചെയ്യുന്നു? പൗലോസിനോട് കൂടെ. എങ്ങനെ യാത്ര ചെയ്യുന്ന ആ വ്യക്തിയുടെ പ്രത്യേകത എന്താ? ആ വ്യക്തിയെ കൊണ്ടുപോകുന്നത്, പൗലോസിനോട് കൂടെ ആ വ്യക്തി ആയിരിക്കുന്നത് സഹബദ്ധനായിട്ടാണ്, സഹ തടവുകാരനായിട്ടാണ് കൊണ്ടുപോകുന്നത്. ഞങ്ങളോട് കൂടെ പൗലോസ്, അന്നത്തെ കാലം എങ്ങനെയാണ്? അന്ന് അടിമ സമ്പ്രദായമുള്ള കാലമാണ്. 1-ാം നൂറ്റാണ്ട് അടിമ സമ്പ്രദായം നിന്നിരുന്നു. അനേക നൂറ്റാണ്ടുകൾ ആ സമ്പ്രദായം നിലനിന്നിരുന്നു. അതിൽ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ആ വ്യക്തിക്ക് അടിമകൾ ഉണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ സഹായത്തിന് വേണ്ടി ആ അടിമയെ കൊണ്ടുപോകാം. എന്തിന്? തനിക്ക് കിട്ടേണ്ട തല്ല് ആ അടിമ വാങ്ങിക്കോളൂ. കൊള്ളാം അല്ലെ? നല്ല പരിപാടി. താൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തല്ല് വാങ്ങണതൊക്കെ ആരായിരിക്കണം? അടിമയുണ്ട്. ഇപ്പോൾ പൗലോസ് അറസ്റ്റ് ചെയ്യപ്പെട്ടവനാണ്. അരിസ്തർഹോസിനെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ അരിസ്തർഹോസ് കൂടെ പോയിരിക്കുക. എന്തിനാണെന്നറിയോ? സർ, ഞാൻ പൗലോസിന്റെ അടിമയാണ്, എന്നെയും കൂടെ കൊണ്ടുപോകണം. ഇദ്ദേഹത്തിനുള്ളതെല്ലാം ഞാൻ ഏറ്റോളാം. എത്ര വലിയ സമർപ്പണമല്ലേ! അദ്ദേഹത്തിന് കിട്ടുന്നതെല്ലാം വാങ്ങാൻ ഞാൻ തയ്യാറാണ്. ഏത് നാട്ടുകാരനാ പറയുന്നത്? തെസ്സലോനിക്കക്കാരൻ.
ഒരു കാലത്ത് ഉത്തമരല്ല എന്നും പറഞ്ഞ്, വളർച്ചയില്ലാത്തവരാണെന്നും പറഞ്ഞ്, പ്രയോജനമില്ലാത്തവരാണെന്നും പറഞ്ഞ് തള്ളി മാറ്റിയ ഈ സഭയിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് വന്ന് പൗലോസിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായി വന്നിരിക്കുകയാണ്. പൗലോസിനോട് യാത്ര ചെയ്യുകയാണ്. നോക്കണേ, അന്നത്തെ കാലത്തെ പൗലോസിന്റെ ശുശ്രൂഷയുടെ ഒരു പ്രധാനപ്പെട്ട വിജയം അരിസ്തർഹോസിനെ പോലെ ജീവൻ കൊടുക്കുവാൻ തയ്യാറുള്ള ആളുകൾ അദ്ദേഹത്തിനോട് കൂടെ ഉണ്ടായിരുന്നു. ഒറ്റപ്പെടുത്തുന്നവരും കുറ്റപ്പെടുന്നവരല്ല അദ്ദേഹത്തിനോട് കൂടെ ഉണ്ടായിരുന്നത്, ജീവനെ കൊടുക്കുവാൻ തയ്യാറുള്ളവര്. ഏത് നാട്ടുകാരനാണ്? തെസ്സലോനിക്കക്കാരൻ. പ്രിയപ്പെട്ടവരെ, എത്രമാത്രം അവസ്ഥ മാറി! 6 മാസം കഴിഞ്ഞപ്പോൾ അവരുടെ ആത്മീയ അവസ്ഥ മാറി, അവരുടെ കുറിച്ചുള്ള സ്ട്രാറ്റജിക്ക് മാറി, അവരെ കുറിച്ചുള്ള മെഷർമെന്റ് മാറി, അവരെ കുറിച്ച് പറഞ്ഞ റിപ്പോർട്ട് തലകീഴെ മാറി. പറഞ്ഞു, നിങ്ങളാണ് അഖായിലെ ഏറ്റവും മാതൃകയുള്ള മനുഷ്യർ. ഇപ്പോൾ വീണ്ടും കാലങ്ങൾ കഴിഞ്ഞു, വീണ്ടും ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കുറച്ച് വർഷങ്ങളും കൂടെ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു 6-7 വർഷം കൂടെ കഴിഞ്ഞു. 6-7 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പൗലോസിനോട് കൂടെ പൗലോസിന്റെ എല്ലാ വേദനയിലും ആ വേദന മുഴുവൻ ഒപ്പിയെടുക്കാൻ തയ്യാറായിട്ട്, പൗലോസിനോട് കൂടെ സകലത സഹിക്കാൻ തയ്യാറായിട്ട് ഒരു ഒരു തെസ്സലോനിക്കക്കാരൻ അരിസ്തർഹോസ് എഴുന്നേറ്റിരിക്കുകയാണ്. എത്രമാത്രം ആത്മീയ വളർച്ച! നമുക്ക് എത്രമാത്രം വളരാൻ സാധിക്കുന്നുണ്ട്? എന്തുകൊണ്ടാണ് ഈ തെസ്സലോനിക്കക്കാർ ഇത്രമാത്രം വളർന്നത്? എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്രമാത്രം ആത്മീയ വളർച്ച ഉണ്ടായത്? അവരുടെ വളർച്ചയുടെ പുറകിലെ രഹസ്യം വേറൊന്നുമില്ല, അവരുടെ കഷ്ടതയായിരുന്നു. 1 തെസ്സലോനിക്കർ 1-ാം അധ്യായം 6-ാം വാക്യം. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. എങ്ങനെയാ? ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ട് ഈ വചനം ഒരു കൈക്കൊണ്ടത് കൊണ്ട്. വചനം എങ്ങനെ ഒരു കൈക്കൊണ്ടത്? സന്തോഷത്തോടെ, പരിശുദ്ധാത്മ സന്തോഷത്തോടെ. ഈ വചനം കൈക്കൊണ്ടത് കൊണ്ട് നിങ്ങൾ ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി. വചനം കൈക്കൊണ്ട് പൗലോസിനും ദൈവത്തിനും അനുകാരികളായിട്ട് അവർ മാറി. എപ്പോൾ? കഷ്ടം സഹിക്കേണ്ടി വന്നപ്പോൾ. എന്തുകൊണ്ടാണ് ഈ തെസ്സലോനിക്ക സഭ ഇത്രമാത്രം ഉയർത്തപ്പെട്ടത്? ആദ്യകാലത്ത് കൊള്ളൂല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ സഭ ഇത്രയും ഉയർത്തപ്പെട്ടതും അതിൽ നിന്നും ജീവൻ കൊടുക്കുവാൻ തയ്യാറായ, സകലതും സഹിക്കാൻ തയ്യാറായ അരിസ്തർഹോസിനെ പോലെ പലരും എഴുന്നേറ്റ് വന്നതിന്റെ കാരണം എന്താണ്? അവരുടെ കഷ്ടത. ഇന്ന് ഇതിനകത്ത് കഷ്ടത അനുഭവിക്കുന്ന പലരും കാണാമെന്നല്ല, ഉണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ കഷ്ടത വെറുതെ അല്ല, നമ്മുടെ കഷ്ടത, നമ്മുടെ വേദന വെറുതെ അല്ല, നമ്മളെ തികഞ്ഞവരാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ തെസ്സലോനിക്കക്കാർ ഇത്രയും തികഞ്ഞവരായി മാറിയത് അവർക്കുണ്ടായ പീഡനമാണ്, അവർക്കുണ്ടായ വേദനയാണ്, അവർക്കുണ്ടായ ഞെരുക്കമാണ്, അവർക്കുണ്ടായ പട്ടിണിയാണ്, അവർക്കുണ്ടായ ഒറ്റപ്പെടലാണ്. അവരുടെ പലരും ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോഴാണ്, അവർക്ക് ഇല്ലാത്തത് പലതും, അവർക്ക് ലഭിക്കേണ്ടത് പലതും ഇല്ലാതെയായപ്പോഴാണ് അവർ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരായി മാറിയത്. അവർ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലും പരിശുദ്ധാത്മാവിന്റെ സമർപ്പണത്തിലും അവർ വന്നത്. ദൈവം വെറുതെയല്ല നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വേദനകളെ അനുവദിക്കുന്നത്. വേദനകൾ വന്നിട്ടുണ്ടോ? കഷ്ടത വന്നിട്ടുണ്ടോ? അതിൽ നമ്മൾ ഭാരപ്പെട്ടു പോകേണ്ട ഒരു ആവശ്യമില്ല. ഇതിന്റെ പുറകിൽ വലിയൊരു അനുഗ്രഹമുണ്ട്. സാമ്പത്തിക അനുഗ്രഹമല്ല ഞാൻ പറയുന്നത്, ഭൗതിക നന്മകളല്ല ഞാൻ പറയുന്നത്, ആത്മീയ അഭിവൃദ്ധി, വലിയൊരു ആത്മീയ സന്തോഷം, ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന, ദൈവത്തിന് വേണ്ടി വെറുതെ പറച്ചിലല്ല, ജീവനെ കൊടുക്കുവാൻ തയ്യാറുള്ള, ദൈവത്തിന് വേണ്ടി ഏതുമാകുവാൻ തയ്യാറുള്ള, സമയത്തെ, സമ്പത്തിനെ, സാഹചര്യത്തെ, സകലത്തെയും വിട്ടുകൊടുക്കുവാൻ തയ്യാറുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള വ്യക്തികളായി മാറ്റുന്നത് നമുക്ക് ദൈവം തരുന്ന കഷ്ടതകളിൽ അദ്ദേഹം അനുവദിച്ചതാണത്. കഷ്ടത നമുക്ക് അനുഗ്രഹമാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കും കഷ്ടത നമുക്ക് പിശാച് കൊണ്ടിരുന്നാണെന്ന്. തെറ്റായ പഠിപ്പിക്കലാണ്. കഷ്ടത ദൈവം അനുവദിച്ചതാണ്. കഷ്ടതകൾ ദൈവമേയൻ അവകാശം തന്നെയല്ലോ, വിശ്വസിപ്പാൻ മാത്രമല്ല നൽവരം. തങ്ക കഷ്ടതകൾ
സഹിപ്പാനും പ്രാപ്തിത. എന്തെങ്കിലും കഷ്ടതകൾ ദൈവം നമുക്ക് നൽകി തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ വലിയൊരു അനുഗ്രഹം, ആത്മീയ അനുഗ്രഹം ദൈവം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. തെസ്സലോനിക്കക്കാർക്ക് വേണ്ടി വലിയൊരു അനുഗ്രഹം ദൈവം പാക്ക് ചെയ്ത് കൊടുത്തു. അവരുടെ പേരിനെ മാറ്റി എഴുതി അവരിൽ ശക്തനായ ചരിത്രം രേഖപ്പെടുത്തിയ, നിങ്ങൾക്കറിയാമോ, കത്തോലിക്ക സഭയുടെ ഒരു വിശുദ്ധനാണ് അരിസ്ത്രഹോസ്. അവരെ പുണ്യവാളനാണ്. നമുക്കറിയത്തില്ല, വിദേശ രാജ്യങ്ങളിൽ അരിസ്ത്രഹോസിന്റെ പ്രതിമകളുണ്ട്. അരിസ്ത്രഹോസിനെ അവർ പുണ്യവാളനായിട്ട് പല രാജ്യങ്ങളും ആരാധിക്കുന്നുണ്ട്. അത് തെറ്റാണ്, ഞാൻ എന്നെ ന്യായീകരിക്കില്ല. പക്ഷെ ആ മനുഷ്യന്റെ പേര് ചരിത്രത്തിൽ ഇടം കൊണ്ടു. ഒന്നിനും കൊള്ളാതെ ബരോധക്കാരാണ് ഉത്തമന്മാർ, ഇവർ മോശക്കാരെന്ന് പറഞ്ഞിരുന്ന ആ സ്ഥലത്ത് നിന്ന് ഒരു മനുഷ്യൻ ലോകത്തിന്റെ നെറുകയിൽ ചരിത്രത്തിൽ ഇടം പിടിച്ചുവെങ്കിൽ ഈ നമുക്കും നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്തെങ്കിലും ഒരു അനുഭവം തരുന്നുണ്ടെങ്കിൽ അതിന് ഇരു കൈയും നീട്ടി സന്തോഷത്തോടെ വാങ്ങിക്കൊണ്ട് കർത്താവ് എന്നെ പണിയണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കാൻ തയ്യാറാകും? പിറുപിറുപ്പല്ല നമുക്ക് ആവശ്യം, നിരാശകളല്ല നമുക്ക് ആവശ്യം. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാപിക്കുവാനാണ് നമ്മൾ തയ്യാറാകേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർ റെഡി ഉണ്ട് കാര്യത്തിൽ? കർത്താവേ, എനിക്ക് ആ കൃപ തരണമേ, എനിക്ക് ആ കൃപ തരണമേ. ഹല്ലേലൂയ. എനിക്ക് ആ കൃപ തരണമേ. ആ ശക്തി എന്റെ മേൽ വ്യാപരിക്കട്ടെ. ഇയ്യോബ് കഷ്ടം അനുഭവിച്ചത് കൊണ്ട് എന്ത് സംഭവിച്ചു? നമ്മുടെ എല്ലാവരും നോട്ടം ഇത്രയേ ഉള്ളൂ, ഇയ്യോബിന് ഇരട്ടിയായിട്ട് ദൈവം ഭൗതിക നന്മയെ കൊടുത്തു എന്നുള്ളത്. അത് അവിടെ ഇരിക്കട്ടെ, അത് രണ്ടാമത്തെ കാര്യം. എന്റെ നോട്ടം അങ്ങോട്ടല്ല പോകുന്നത്. ഇയ്യോബിന് ദൈവം കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്നറിയാമോ? ഇയ്യോബ് ഒടുവിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ അന്ന് എന്റെ ദൈവത്തെ കുറിച്ച് കേൾവി മാത്രമേ ഉണ്ടായിരുന്നു, കേൾവി മാത്രം. ഇപ്പോൾ എന്റെ കണ്ണുകൊണ്ട് ഞാനത് കണ്ടു. ഇയ്യോബിന്റെ കഷ്ടത എന്തിനാ ഇടയാക്കിയത്? ഇയ്യോബിന് ഇരട്ടി 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 എല്ലാം കിട്ടിയത്, അത് രണ്ടാമത്തെ കാര്യം. അതവിടെ ഇരിക്കട്ടെ. ഒന്നാമത്തെ കാര്യം, ഇയ്യോബ് ദൈവത്തെ കണ്ടു എന്നുള്ളതാണ്. അതല്ലേ ഏറ്റവും വലിയ സന്തോഷം. ദൈവത്തെ കാണാൻ പറ്റി, ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തെ കുറിച്ച് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇയ്യോബ് നമുക്ക് വായിക്കാൻ പറ്റും അവസാനത്തെ അധ്യായങ്ങളിൽ. ദൈവത്തെ കുറിച്ച് അദ്ദേഹം കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, കേട്ട് അനുസരിക്കായിരുന്നു, കേട്ട് മനസ്സിലാക്കിയായിരുന്നു. പക്ഷെ ഇപ്പോൾ കഷ്ടതകൾ അത് തികഞ്ഞു വന്നപ്പോൾ, കഷ്ടതകളുടെ പരിസമാപ്തിയിലേക്ക് വന്നപ്പോൾ ഇയ്യോബിന് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത സ്വർഗീയ ജ്ഞാനം ദൈവം കൊടുത്തു. ആർക്കും വെളിപ്പെടാത്ത പ്രപഞ്ച രഹസ്യങ്ങളെ ഇയ്യോബ് വെളിപ്പെടുത്തി. ഇല്ലേ? ഇയ്യോബിന്റെ അവസാനത്തെ അധ്യായങ്ങൾ വായിച്ചു നോക്ക്. നക്ഷത്രത്തെ കുറിച്ച്, പ്രപഞ്ച സൃഷ്ടിയെ കുറിച്ച്, പല രഹസ്യങ്ങളെ കുറിച്ചും പല കാര്യങ്ങളെ കുറിച്ചും ഇയ്യോബിന്റെ വായിൽ നിന്ന് ദൈവം വചനങ്ങളെ പുറപ്പെടുവിച്ചു. എവിടെ നിന്ന് വന്നു? ഇയ്യോബിന്റെ കഷ്ടതയിൽ നിന്ന്. കഷ്ടതകൾ അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ. കഷ്ടത വരുമ്പോൾ ഇരട്ടി നന്മയ്ക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കുകയല്ല വേണ്ടത്. അത് ദൈവം തന്നോളൂ, അത് പാക്കിംഗ് ആണ്. അതല്ല നമ്മുടെ ലക്ഷ്യം. കഷ്ടതയുടെ നടുവിൽ ദൈവം മഹത്വം കാണണം. കഷ്ടതയുടെ നടുവിൽ ദൈവ ശബ്ദം കേൾക്കണം. നമ്മുടെ കണ്ണുകൾ കൊണ്ട് അവനെ ഒന്ന് കാണണം, അവനെ ദർശിക്കണം, അവന്റെ സ്നേഹം നമ്മളൊന്ന് ഏറ്റെടുക്കണം. അറിവ് റെഡി? നമുക്ക് തയ്യാറാണ് ആ കാര്യത്തിൽ. ജീവിതത്തിൽ നിരാശകളും കഷ്ടതയില്ലാത്ത ആരുമില്ല. പക്ഷെ ഇതൊന്ന് പ്രാപിക്കാൻ സാധിച്ചാൽ എത്ര സന്തോഷമാണ്. ഹല്ലേലൂയ, ഗ്ലോറി ടു ലോർഡ്, ഗ്ലോറി ടു ലോർഡ്, ഗ്ലോറി ടു ലോർഡ്. എന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് പ്രതിസന്ധികൾ ഞാൻ അഭിമുഖീകരിച്ചിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷെ അതിന് നടുവിലൊക്കെയും എനിക്ക് പറയാനായിട്ടുള്ളത് എന്തെങ്കിലും ഇരട്ടി കിട്ടി എന്നുള്ളതല്ല, എന്തെങ്കിലും ഒത്തിരി സമ്പത്ത് നേടിയെന്നല്ല, ഒന്നും നേടിയിട്ടില്ല. അതല്ല ഇവിടെ വിഷയം. ദൈവത്തിന്റെ മഹത്വം ഒന്ന് കാണാൻ, അവനെ ഒന്ന് രുചിച്ചറിയാൻ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നല്ലവനൊന്ന് രുചിച്ചറിയാൻ സാധിക്കട്ടെ. ആ സാധിക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും, ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും, നിങ്ങളെല്ലാം ജീവിതത്തിൽ പ്രയാസവും കണ്ണുനീരും ദുഃഖവും നെടുവീർപ്പുകളും ഒക്കെ വരുന്നുണ്ട്. വരുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് എന്നെ ദൈവത്തിന് വേണ്ടി ഏറ്റവും പ്രയോജനപ്പെടുത്തുന്ന ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരികയാണ്. എന്നെ ദൈവം പണിതെടുക്കുന്നത് അവന്റെ മഹത്വം വഹിക്കാനുള്ള പാത്രമായിട്ടാണ്. അവന്റെ മഹത്വം എന്റെ പാത്രം, മഹത്വത്തിന്റെ പാത്രമായിട്ട് എന്നെ വഹിക്കാനാണ് ദൈവം കരുതുന്നത്. ആമേൻ. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? ഹല്ലേലൂയ.
ഗ്ലോറി ടു ലോർഡ്. ഹല്ലേലൂയ. നമ്മളെ ദൈവം ഈ ലോകത്തിൽ ആക്കി വെച്ചിരിക്കുന്നതേ പ്രതീക്ഷയില്ലാത്ത ജനങ്ങളുടെ നടുവിൽ, തകർന്നുപോയ ജനങ്ങളുടെ നടുവിൽ ഒരു പ്രതീക്ഷയുടെ വിളക്കായിട്ട്, വാക്തത്വത്തിന്റെ ശബ്ദമായിട്ട് ദൈവം നമ്മളെ വേർതിരിച്ചു വെച്ചിരിക്കുകയാണ്. പഴയ നിയമ പ്രവാചകന്മാരെ ഓരോരുത്തരെ നോക്കിയാൽ നമുക്കത് കാണാനായിട്ട് പറ്റും. യഗസ്കേലിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? യഗസ്കേൽ പ്രവാചകൻ വളരെയധികമായി ഞെരുക്കം അനുഭവിച്ചവനാണ്. യഗസ്കേലിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. യഗസ്കേലിന്റെ ആഗ്രഹം ഇതാണ്. ഞാൻ ഒരു ചെറിയൊരു ചരിത്രം. യഗസ്കേലിന്റെ കാലത്ത് യഹൂദ രാജ്യം ബാബിലോണിനാൽ പിടിക്കപ്പെട്ട് പ്രവാസത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒന്നാമത്തെ പ്രവാസ യാത്രയിൽ ദാനിയേൽ പോയി. രണ്ടാമത്തെ പ്രവാസ യാത്രയിൽ യഗസ്കേലും പോയി. യഗസ്കേൽ അവിടെ ചെന്ന് ബാബിലോണിൽ കേബാർ നദീതീരത്ത് ക്യാമ്പ് ചെയ്തിരിക്കുകയാണ്. യഗസ്കേലിനുള്ള 25,000 പേരും അവിടെ ഉണ്ട്. അവരുടെ കൂടെ ബാബിലോണിൽ അവര് ക്യാമ്പ് ചെയ്യാണ്. ആ സമയത്ത് ആ നദീതീരം എന്ന് പറയുന്നത് അത്ര നല്ലതൊന്നുമല്ല, വൃത്തിഹീനമായ, ആളുകൾ ഇങ്ങനെ ക്യാമ്പ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്, പബ്ലിക്. അവിടെ എന്തെല്ലാം നടക്കാം. അവിടെ ഒരു വൃത്തിയുമില്ലാത്ത സ്ഥലത്ത് യഗസ്കേൽ ക്യാമ്പ് ചെയ്യുക. യഗസ്കേൽ ആരെയെന്നറിയാമോ? കോഹൻ പുരോഹിത ഗോത്രത്തിലെ ഒരു വ്യക്തിയാണ്. അദ്ദേഹം അടുത്ത പുരോഹിതനാകേണ്ട ആളാണ്. പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ഇപ്പോൾ കേബാർ തീരത്ത് ഇരിക്കുന്നത് 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരന്റെ മനസ്സിലെ സ്വപ്നം എന്താണെന്നറിയാമോ? നമ്മൾ ചെറുപ്പം മുതലേ നമുക്കൊരു ആഗ്രഹം ഉണ്ടല്ലോ, ചില പിള്ളേരെ ഡോക്ടറാക്കാൻ വേണ്ടി ഡോക്ടർ എപ്പോഴും. ഞാൻ ആ ഡോക്ടറിന്റെ സ്റ്റെതസ്കോപ്പ് ഒക്കെ ഇട്ട് നടക്കുന്ന പിള്ളേരുടെ മനസ്സിലൊരു ചിന്തയുണ്ടാവും. വക്കീലാണെങ്കിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടാവും. എല്ലാവർക്കും ഉണ്ടാവും. ചിലര് പാസിങ് ചെയ്യാനായിട്ട് മാറുകയാണെങ്കിൽ എപ്പോഴും മയക്കും പിടിച്ച് നടക്കുന്ന ഒരു ചിന്ത, അതൊക്കെ ആക്ഷനെ കാണിച്ചുകൊണ്ട് നടക്കും. അങ്ങനെയൊക്കെ നമ്മുടെ വീട്ടിലെ പിള്ളേരൊക്കെ പലതും കാണിക്കുന്നത് കാണാം. ഇതേപോലെ നമുക്ക് യഗസ്കേലിന്റെ ചിത്രം നോക്കിയാൽ യഗസ്കേലിന്റെ മനസ്സിൽ ചെറുപ്പം മുതൽ എന്താണെന്നറിയാമോ? മാതാപിതാക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്, നീ ആരാ? നീ ഒരു പുരോഹിതനാണ്, ഒരു പുരോഹിത ഗോത്രത്തില് നീ അടുത്ത പുരോഹിതനാകാൻ പോകേണ്ട ആളാണ്. അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യിക്കുന്നുണ്ട്, അവനെ പഠിപ്പിക്കുന്നുണ്ട്. അവന് വേണ്ട എല്ലാ കാര്യങ്ങളും, ന്യായപ്രമാണവും എങ്ങനെയൊക്കെയാണ് ശുശ്രൂഷ ചെയ്യേണ്ടത്, ഇതെല്ലാം യഗസ്കേലിനെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. യഗസ്കേലൊക്കെ നന്നായി പഠിക്കുന്ന സമയത്തൊക്കെ യഗസ്കേലിന് വലിയ ആഗ്രഹം എന്തുവാ? എനിക്ക് ദേവാലയത്തിലേക്കൊന്ന് ചെല്ലണം. അവിടെ ചെന്ന് എനിക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ കാഴ്ചയപ്പം എടുത്തുയർത്തണം, നീരാജനം ചെയ്യണം, നിലവിളക്കുകൾ കത്തിക്കണം. എനിക്ക് മഹാപുരോഹിതൻ, ഒരുപക്ഷെ ഞാനൊരു മഹാപുരോഹിതനായി മാറിയാൽ എനിക്ക് ആണ്ടിലൊരിക്കൽ അങ്ങോട്ട് ചെല്ലാം. എവിടേക്ക്? അതിവിശുദ്ധ സ്ഥലത്തേക്ക് ചെല്ലാം. ആ കർട്ടന്റെ തിരശ്ശീലയ്ക്ക് പുറകിലേക്ക് ചെന്നിട്ട് അവിടെ ആ കൃപാസനത്തിങ്കൽ രക്തം തളിച്ചിട്ട്, യാഗം ചെയ്ത രക്തം തളിച്ചിട്ട് എനിക്ക് അവിടെ നിന്ന് ദൈവത്തെ പ്രാർത്ഥിക്കണം, യഹോവയെ പ്രാർത്ഥിക്കണം. അപ്പോൾ പണ്ടുകാലത്ത് മോശ ആ കെരൂബുകളുടെ നടുവിൽ യഹോവയുടെ തേജസ് കണ്ട് യഹോവയുടെ ശബ്ദം കേട്ടതുപോലെ എനിക്കും അതൊന്ന് കാണണം, എനിക്കും അതൊന്ന് കേൾക്കണം. ആ ആഗ്രഹത്തോടു കൂടെയാണ് യഗസ്കേൽ വളർന്നുകൊണ്ടേയിരിക്കുന്നത്. ഞാൻ എന്റെ ചിന്താഗതി പറയുകയാണ്. ആ യഗസ്കേൽ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുന്നത്. ഒരൊറ്റ ആഗ്രഹം, ദാവീദ് പറഞ്ഞ പോലെ, ഒന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അവന്റെ മനോഹരത്വം കാണുവാൻ, അവന്റെ സന്നിധിയിൽ എനിക്കൊന്ന് ചെല്ലണം. ഈ ആഗ്രഹത്തോടെ ഇരുന്ന യഗസ്കേലിന്റെ യൗവനകാലത്ത് ആ ഏറ്റവും പീക്ക് ടൈമിൽ പുരോഹിതനായി അങ്ങോട്ട് പോകേണ്ട സമയത്ത് ഇതാ യെരുശലേം പിടിക്കപ്പെടുകയാണ്. യെരുശലേമിൽ നിന്ന് യഗസ്കേൽ ബന്ദിയാക്കപ്പെട്ട് നേരെ ബാബിലോൺ പ്രവാസത്തിലേക്ക് പോകുന്ന സമയത്ത് ആ ചെറുപ്പക്കാരൻ തൻ വിട്ടിട്ട് പോകുന്ന ആ ദേവാലയത്തെ നോക്കി കണ്ണുനീരോടുകൂടെ ഇങ്ങനെ പറഞ്ഞു കാണും, എന്റെ എല്ലാ സ്വപ്നങ്ങളും ഇവിടെ തകർന്നടിക്കുകയാണ്. എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു, ഇതിനകത്ത് കയറി ദൈവത്തിന്റെ മഹത്വം ഒന്ന് കാണണം. ആ സ്വപ്നം ഇവിടെ തകർന്നടിയുക. അദ്ദേഹം കണ്ണുനീരോടുകൂടെ കേബാർ നദീ തീരത്തെത്തി. 7.5 വർഷം അദ്ദേഹത്തെ ദൈവം മിണ്ടാൻ പോലും അനുവദിച്ചില്ല. അദ്ദേഹം ബാധിക്കപ്പെട്ടവനായി കടന്നു. വളരെയധികമായി ശാരീരികമായി പ്രയാസം അനുഭവിച്ച് കടന്നു. ദുഃഖം പേറിക്കൊണ്ട് ജനത്തിന്റെ ന്യായവിധിയെ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം അവിടെ കിടന്നു. 7.5 വർഷം കഴിഞ്ഞപ്പോൾ രാജ്യം വീണ്ടും യുദ്ധത്തിൽ തകർക്കപ്പെട്ടു. രാജ്യത്തിലുണ്ടായിരുന്ന യഹൂദിയിലെ പ്രധാനപ്പെട്ട ദേവാലയം അത് തീക്കിരയായി തകർത്തു എന്ന് ന്യൂസും കൂടെ കേട്ടപ്പോൾ കേബാർ നദീ തീരത്ത് കിടക്കുന്ന
ആ ചെറുപ്പക്കാരന്റെ മനസ്സൊന്ന് നോക്കിയേ. തന്റെ കുഞ്ഞുനാള് മുതലുള്ള സ്വപ്നം മുഴുവനും തകർന്നടിഞ്ഞു. ഇനി സ്വപ്നം തനിക്ക് ഇല്ല. ആ ഒരു അനുഭവത്തിലേക്ക് അദ്ദേഹം എത്തിക്കഴിഞ്ഞപ്പോൾ ആണ് ദൈവത്തിൽ അദ്ദേഹം ആശ്രയിക്കുക, നിലവിളിക്കുമ്പോൾ ഒരു കാര്യം അവിടെ സംഭവിച്ചു. എന്താണ്? യഹോവയുടെ മഹത്വം കേബാർ നദീതീരത്ത് ഇറങ്ങി. യഹോവയുടെ ആത്മാവ് യഗസ്കേലിനെ എടുത്തുകൊണ്ടുപോയി. യഗസ്കേലിനെ ദൈവം പഠിപ്പിച്ചു, മോനെ, നിന്റെ സ്വപ്നങ്ങളല്ല എന്റെ പദ്ധതികൾ. നീ എന്തൊക്കെയോ സ്വപ്നം കണ്ടു, ആലയത്തിൽ ചെന്നിട്ടാണ് എന്നെ കാണാൻ പറ്റുന്നത്. അല്ല, എനിക്ക് ഈ വൃത്തികെട്ട ഈ നദീതീരത്തും നിനക്ക് വേണ്ടി ഇറങ്ങി വരാൻ സാധിക്കും. നിന്റെ ഈ സാഹചര്യത്തിലും, നിന്റെ ഏറ്റവും മോശമായ ഈ സാഹചര്യത്തിൽ എനിക്ക് ഇറങ്ങി വരാൻ സാധിക്കും. നീ പ്രതീക്ഷിക്കുന്ന പോലുള്ള കാര്യങ്ങളെല്ലാം നടക്കാൻ പോകുന്നത്. നീ പ്രതീക്ഷിച്ചത് വലിയ വലിയ കാര്യങ്ങളാണ്. പക്ഷെ അതിലല്ല എന്റെ പ്രസാദം. ഞാൻ നിനക്ക് വേണ്ടി ഇവിടെ ഇറങ്ങി വരികയാണ്. നമ്മൾ വിചാരിക്കും ആത്മീയ സന്തോഷം എന്ന് പറയുന്നത്, ആത്മീയ അനുഗ്രഹം എന്ന് പറയുന്നത്, ഒരു വലിയ ഉണർവെന്ന് പറയുന്നത് ഒരു വലിയ സ്റ്റേജിൽ നിന്ന് ഒഴുകണം, ഒരു വലിയ ദൈവദാസൻ വന്ന് പ്രസംഗിക്കണം, അവരുടെ കയ്യിൽ നിന്ന് തീ ഇങ്ങനെ ഇറങ്ങി വരണം, അവരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ അവർ തൊടുമ്പോഴത്തേനും ഇങ്ങനെയൊക്കെ സംഭവിക്കണം, എന്നിലത് വ്യാപരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒരുപക്ഷെ നമ്മളിൽ പലരും ഇരുന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു കാണാം. പ്രിയപ്പെട്ടവരെ, അതല്ല സത്യം. നീ ഏത് കേബാർ നദി തീരത്തായാലും, നീ എവിടെ ആയിരുന്നാലും, നീ ഹൃദയം ഒരുക്കത്തോടുകൂടെ യഗസ്കേലിനെ പോലെ ആഗ്രഹം ഹൃദയത്തിലുണ്ടോ? അടക്കാൻ പറ്റാത്തൊരു ആഗ്രഹം. ആർക്കൊക്കെ ഉണ്ട് അടക്കാൻ പറ്റാത്തൊരു ആഗ്രഹം? ദൈവത്തിന്റെ സാന്നിധ്യം ഒന്ന് അറിയണം എന്നുള്ള അടക്കാൻ പറ്റാത്തൊരാഗ്രഹം. ആഗ്രഹം നമ്മുടെ ഹൃദയത്തിലുണ്ടോ? ഉള്ളിന്റെ ഉള്ളിൽ ആ ഒരു വെപ്രാളം നമുക്കുണ്ടോ? ദൈവം ഇറങ്ങി വരും. നിന്റെ റൂമിനകത്തേക്ക് ദൈവം ഇറങ്ങി വരും. ആ കസേരയിലേക്ക് ദൈവം ഇറങ്ങി വരും. ദൈവം നിന്റെ മുമ്പിൽ ഇറങ്ങി വരും. ഏത് സാഹചര്യത്തിലായാലും, ഏത് മോശമായ അവസ്ഥയായിരുന്നാലും, എത്ര മോശമായ അറ്റ്മോസ്ഫിയർ ആയിരുന്നാലും, കേബാർ നദീതീരത്ത് യഹോവയുടെ തേജസ് ഇറങ്ങി വരുമെങ്കിൽ ഇവിടെയും ഇറങ്ങി വരും. നമ്മുടെ നടുവിലും ഇറങ്ങി വരും, നമ്മുടെ ഇടയിൽ ഇറങ്ങി വരും. ഈവൻ ഈ സൂമിൽ ദൈവം ഇറങ്ങി വരും. ഈ അന്തരീക്ഷത്തിൽ ദൈവം ഇറങ്ങി വരും. നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും എന്റെ ജീവിതത്തിലും ദൈവം ഇറങ്ങി വരാൻ വിശ്വസ്തനാണ്. അവസ്ഥകൾ, പ്രതിസന്ധികൾ പലതുമായിക്കൊള്ളട്ടെ. എന്തിനാ യഗസ്കേലിന് ഈ കഷ്ടത ദൈവം കൊടുത്തത്? അവന്റെ മഹത്വം ഒന്ന് ശരിക്ക് കാണാൻ. ഹല്ലേലൂയ. വാഗ്ദത്തത്തിന്റെ പ്രതീക്ഷയായി യഗസ്കേൽ ദൈവത്തിന്റെ മഹത്വത്തെ കണ്ടു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സാഹചര്യം എന്തായാലും, നമ്മുടെ അവസ്ഥ എന്തായാലും, നമുക്കതിൽ നിന്നും ഒരു വ്യത്യസ്തമായ മനോഭാവത്തിലേക്ക്, ദൈവത്തിന്റെ കൃപയിലേക്ക് നമുക്ക് ഉയരാം. നമുക്ക് സാധിക്കുമോ? നമ്മുടെ പ്രതീക്ഷക്കനുസരിച്ചല്ല ദൈവത്തിന്റെ പ്രവൃത്തി. നമ്മൾ എന്തൊക്കെയോ കണക്ക് കൂട്ടും, അങ്ങനെ ആവണം, ഇങ്ങനെ ആവണം, ആ രീതിയിലായിരിക്കാം ദൈവം പ്രവർത്തിക്കുന്നത്. അല്ല. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ വഴികളെ പോലെയല്ല. വല്ലാത്തൊരു വ്യത്യസ്തമായ ഒരു അനുഭവത്തിലാണ് ദൈവം പ്രവർത്തിക്കാൻ പോകുന്നത്. ആ ദൈവം അന്ന് പ്രവർത്തിച്ചെങ്കിൽ ഇന്നും പ്രവർത്തിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. യഗസ്കേലിന്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നു, പക്ഷേ അവൻ ദർശനങ്ങൾ കണ്ടു. നമുക്കും ദർശനങ്ങളെ കാണാം. നമുക്കും ദൈവത്തിന്റെ സാന്നിധ്യം ഒന്ന് ചോദിക്കാം. നമുക്കും അരിസ്തർഹോസിനെ പോലെ ഒന്ന് പൂർണ്ണ മനസ്സോടുകൂടെ ജീവൻ കൊടുക്കുവാൻ തയ്യാറുള്ള ഒരു അനുസരണ മനോഭാവത്തിലേക്ക് നമുക്ക് വരാം. നമ്മൾ എത്ര പേര്, ഇന്ന് ഞാൻ വൈകുന്നേരത്തെ ക്ലാസ് എടുക്കുമ്പോൾ ആ കാര്യം അറിയാൻ ഇങ്ങോട്ട് കയറി വന്നതാണ്. അതിലിങ്ങനെ ഞാൻ പറഞ്ഞു, യഗസ്കേല് ദൈവത്തിന്റെ മഹത്വം കണ്ടത് വെറുതെ ഒന്നുമല്ല, അത്രമാത്രം അനുസരണമുള്ള മനുഷ്യനായിരുന്നു. യഗസ്കേലിന്റെ ഭാര്യ മരിച്ചപ്പോൾ യഗസ്കേലിന്റെ ഭാര്യയെ കുറിച്ച് പറയുന്നത്, നിന്റെ കണ്ണിന് ഇമ്പമായവളെ ഒറ്റയടിക്ക് ഞാൻ എടുക്കാൻ പോവുകയാണ്. നീ കരയരുത്, നീ വിലാപം കഴിക്കരുത്. നമ്മളെ കൊണ്ട് സാധിക്കുവോ? ആരെ കൊണ്ടെങ്കിലും സാധിക്കുവോ? നമ്മുടെ ജീവിത പങ്കാളി ലോകത്തുനിന്ന് കണ്ണിമയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് മാറ്റപ്പെട്ടാൽ, ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആള്, വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആള് പെട്ടെന്ന് നമ്മിൽ നിന്ന് മാറ്റപ്പെട്ടാൽ ആർക്കാണ് സഹിക്കാൻ പറ്റുക? ദൈവം യഗസ്കേലിനോട് പറയുക, നീ കരയരുത്. നോക്കണമേ, അത്രമാത്രം ഹൃദയഭേദകമായ ഒരു സംഭവം ഉണ്ടായിട്ടും തന്റെ വികാരത്തിനോ തന്റെ വിചാരത്തിനോ ഒന്നിനും അടിമപ്പെടാതെ യഹോവ കൽപ്പിച്ചു, അത് ഞാൻ അനുസരിക്കുന്നു എന്ന് പറഞ്ഞ ആ മനുഷ്യൻ എത്രമാത്രം സമർപ്പണമുള്ളവനാണ്. വെറുതെ അല്ല ദൈവം യഗസ്കേലിന് തന്റെ ദർശനം കൊടുത്തത്. നമുക്കൊന്ന് പൂർണ്ണ അനുസരണത്തിലേക്ക് വരാൻ പറ്റുമോ? അത്രയും മാത്രമൊന്നും ദൈവം നമ്മോട് ചോദിക്കില്ല, പക്ഷേ ഒരു പൂർണ്ണ അനുസരണത്തിലേക്ക്.
ദൈവം എന്തു പറഞ്ഞാൽ അത് അനുസരിക്കാൻ തയ്യാറുള്ള ഒരു മനോഭാവത്തിലേക്ക് നമുക്ക് വരാൻ തയ്യാറാണോ എങ്കിൽ നിശ്ചയമായിട്ടും ദൈവം നമ്മുടെയും അവസ്ഥയെ മാറ്റും. ദൈവം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അവന്റെ ശബ്ദം നമ്മളെ കേൾപ്പിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രി ദൈവം അതിന് തയ്യാറാണ്. നമുക്കൊരുക്കമുണ്ടോ? നമുക്കൊരു മാതൃകയായി മാറാൻ പറ്റുമോ? അരിസ്തർഹോസിനെ പോലെ, തെസ്സലോനിക്കക്കാരെ പോലെ, യെഹെസ്കേലിനെ പോലെ, അനേക പ്രവാചകന്മാരെ പോലെ, ദൈവത്തിന്റെ വചനത്തിൽ കാണുന്ന ഇയ്യോബിനെ പോലെ അനേക പ്രവാചകന്മാരെ പോലെ നമുക്ക് ഒന്ന് പൂർണ്ണ മനസ്സോടെ സമർപ്പിക്കാൻ പറ്റുമോ? എങ്കിൽ നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് ഏത് കേബർനദി തീരമായാലും, ഏത് ഭവനത്തിന്റെ സാഹചര്യമായിരുന്നാലും അവിടെ ദൈവത്തിന്റെ ശബ്ദം ഇറങ്ങി വരും. അവിടെ ദൈവം നമ്മളെ തൊടും. അവിടെ ദൈവം നമ്മളെ എടുത്തുപയോഗിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്കൊന്ന് സമർപ്പിക്കാം. നമ്മുടെ മനോഭാവത്തിലാണ്. നോക്കട്ടെ, പറയട്ടെ, നമ്മൾ ഭൗതിക നന്മയ്ക്ക് വേണ്ടിയല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഭൗതിക നന്മകളല്ല നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം. ദൈവത്തിന്റെ മനോഹരത്വം കാണുക, അവന്റെ സാന്നിധ്യം അനുഭവിക്കുക, അവന്റെ ശബ്ദം കേൾക്കുക, പൂർണ്ണ ഹൃദയത്തോടെ അവനെ അനുസരിക്കാൻ നമ്മൾ തയ്യാറാകും. അപ്പോൾ പിന്നെ നമ്മുടെ ജീവിതത്തിൽ വേറെ ഒന്നിനും നമുക്ക് സ്ഥാനമുണ്ടാവില്ല, വേറെ ഒന്നിനും നമുക്ക് വിലയുണ്ടാവില്ല. അവന്റെ ദാസന്മാരായി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ദൈവം നമ്മെ അതിനായി ബലപ്പെടുത്തട്ടെ. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അവന്റെ കൃപയിൽ നിറയ്ക്കട്ടെ. ഓരോ ദിവസവും അവന്റെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിച്ച് മുന്നോട്ട് പോകാൻ ദൈവം നിങ്ങൾ എല്ലാവരെയും ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും ഒരുക്കി അവന്റെ മഹത്വത്തിനായി നമ്മളെ ശക്തീകരിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബി വിത്ത് യു ഓൾ.